നമസ്കാരം. ഞാൻ മാത്യു തിള്ളിയിൽ. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ വരുന്നു. മൊബൈൽ ഫോൺ ഒരിക്കലും ഒരു ശാപം ആണെന്ന് നമ്മൾ ചിന്തിക്കരുത്. 21-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, വൈദ്യുതി ഉപകാരിയാണ്, അതേപോലെ അശ്രദ്ധമായി ഉപയോഗിച്ചാൽ അപകടകാരിയുമാണ്. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലെയാണ്. ഏത് നേരവും അത് കൂടെ കൊണ്ടു നടക്കുക, അതിനെ താലോലിക്കുക. ആ രീതികൾ നമ്മൾ മാറ്റിയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊരു ചിന്ത വരും, എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം മൊബൈൽ ഫോണിനോടാണ്. ആ ചിന്ത പിന്നീട് അപകടങ്ങളിലേക്ക് മാറുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം രണ്ടാമത്തേതാണ്. കുട്ടികൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നത് കട്ട് ചെയ്യുക. അവരാണ് പ്രധാനപ്പെട്ടതെന്ന് തോന്നൽ കുട്ടികളിലേക്ക് അത് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് മറ്റാരോട് സംസാരിക്കുകയാണെങ്കിലും കുട്ടികൾ അടുത്ത് വരുമ്പോൾ പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് മൊബൈൽ കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. മൂന്നാമത്തെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഇന്ന് കാണുന്നൊരു വലിയ ശാപമാണ്. വീട്ടിൽ ആര് വന്നാലും നമ്മൾ തോന്നുമ്പോഴെല്ലാം മൊബൈൽ എടുക്കും, വിളിക്കും. ചിലപ്പോഴത് മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന സംസാരമായിരിക്കുകയും ചെയ്യും. അത് നമ്മൾ മാറ്റി നിർത്തണം. അങ്ങനെ ഏതെങ്കിലും കോൾ വന്നാൽ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നിയാൽ എടുത്തിട്ട് ഞാനിപ്പോൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറയുന്നത് നിങ്ങളുടെ വില കൂടാനിടയാകുന്നു. അതിഥിയുടെ വില മക്കളുടെ മുമ്പിൽ കൂടാനിടയാകുന്നു. നിങ്ങൾ കാര്യഗൗരവമുള്ള ഒരാളാണെന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാനും ഇടയാകുന്നു. ഇനിയും ഒരു കാര്യമുള്ളത്, പണ്ട് നമ്മുടെ ലാൻഡ് ഫോണിനെല്ലാം ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മൊബൈൽ ഫോൺ എവിടെയും ആവാം, ടോയ്ലറ്റിൽ പോലും അത് പലപ്പോഴും എത്താറുണ്ടെന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. അതെല്ലാം വിട്ട് മൊബൈൽ ഫോണിനും സ്ഥിരമായ ഒരു സ്ഥാനം നമ്മൾ വീട്ടിലുണ്ടാക്കി വയ്ക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അതൊരു പ്രധാനപ്പെട്ട വസ്തുവാണെന്നുള്ള തോന്നൽ കുട്ടികൾക്കുണ്ടാകും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മൊബൈൽ സംഭാഷണങ്ങൾ നമ്മൾ കഴിയുന്നത്ര നീളം കുറഞ്ഞതാക്കുക, ഒതുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒതുക്കമുള്ള സംഭാഷണം നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഒതുക്കി സംസാരിക്കേണ്ടത് എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും. ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്പം ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതാണ് 6ാമത്തെ പ്രമാണമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഫോൺ ഒരിക്കലും ചെവിയിൽ മുട്ടിച്ചു വെച്ച് സംസാരിക്കരുത്. അത് ചെവി കേടാകുവാനിടയാകും. കാരണം മൊബൈലിൽ നിന്ന് പുറപ്പെടുന്ന ഈ യാന്ത്രിക ശബ്ദം നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് അടിച്ചു കയറുവാനും അത് ക്രമേണ നമ്മുടെ ഇയർ ഡ്രം കേടുവരുത്താനിടയാകും. അതുകൊണ്ട് ഫോൺ ചെയ്യുന്ന സമയത്ത് ചെവിയിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയത് ഒരു വിരൽ അകലത്തിൽ പിടിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് മറക്കാതിരിക്കുക. ആ രീതിയിൽ ചെയ്യുന്നത് കണ്ടാൽ കുട്ടികൾ അത് ചെയ്യുകയും ചെയ്തോളും. ഇനിയും ഒരു കാര്യമുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൊബൈൽ ഫോൺ രാത്രിയിൽ കിടപ്പ് മുറിയിൽ വെക്കാതിരിക്കുക. അത് കിടപ്പുമുറിയുടെ പുറത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും അഭിലഷണീയം. കാരണം ഈ സാധനം പ്രവർത്തിക്കുന്നത് റേഡിയേഷൻ കൊണ്ടാണെന്ന് നമുക്കറിയാം. ഈ മൊബൈൽ റേഡിയേഷൻ നമ്മൾ മുറിയിൽ കിടക്കുമ്പോൾ, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം 20% കുറയുമ്പോൾ നമ്മുടെ മേൽ റേഡിയേഷൻ്റെ ശക്തി 5 ഇരട്ടിയായിട്ട് വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കുമ്പോൾ അത് ആ മുറിയിൽ തന്നെ, വാതിലും ജനലും അടച്ച ഒരു മുറിയിൽ തന്നെ നിരന്തരമായിട്ടുണ്ടായാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം, ഈ റേഡിയേഷൻ നിങ്ങളുടെ പല സിസ്റ്റങ്ങളെയും തകരാറാക്കും. ഇന്ന് പലരും പറയാറുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര തലവേദന എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്. കുളിമുറിയിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഫോൺ അടിക്കുന്നത് കേട്ടത്. ദയവ് ചെയ്ത് ഓടി വരരുത്. കുളി കഴിഞ്ഞ് ചെവിയെല്ലാം നല്ലപോലെ തോർത്തി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങളിത് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് അപകടകരമായി തീരും. നനഞ്ഞ ചെവിയിലൂടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് കറണ്ടിൻ്റെ ശക്തി വളരെ കൂടുതലായിരിക്കും ഓർത്തിരിക്കുക. ഇനി 9ാമത്തെ പ്രമാണമായിട്ട് പറയാനുള്ളത്, മക്കളുടെ മുമ്പിൽ വെച്ച് രഹസ്യ സംഭാഷണങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക. നമ്മിൽ പലരും ശ്രദ്ധിക്കാറില്ല. രഹസ്യ സംഭാഷണങ്ങൾ അവിടെ നിന്ന് മാറി നിന്ന് എങ്ങോട്ടെങ്കിലും നിന്ന് സംസാരിക്കുക. അതൊരാവശ്യം തന്നെയാണ്. കാരണം അതിൽ പല കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇനിയും നമ്മൾ മറക്കാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ സംഭാഷണം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഷയ്ക്ക് ഒരു മാന്യത ഉണ്ടാവണം.
മൊബൈൽ ഫോണിൻ്റെ നിയമമനുസരിച്ച് അതിലൂടെ കോപിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും പാടില്ല. മാന്യമായ രീതിയിലുള്ള സംഭാഷണമാണ് മൊബൈലുകളിലൂടെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇക്കാര്യം ചെയ്യുവാൻ. ദയവ് ചെയ്ത് നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മൊബൈൽ ഫോൺ ഗൗരവത്തോടെയാണെന്ന് മനസ്സിലായാൽ തീർച്ചയായും നിങ്ങളുടെ കുട്ടികളും അതിനനുസരിച്ച് മാറും. അങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കാം. നമസ്കാരം.